ഇതെന്താണെന്ന് മനസ്സിലായോ? എന്താ? പായസം. ഇത് ഒപ്പിച്ച പായസം എന്ന് പറയും. ഒപ്പിച്ച പായസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ ഒപ്പിച്ച പായസം. മനസ്സിലായോ? അരിയും ശർക്കര ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. അധികം മധുരം എനിക്കിഷ്ടമല്ല. പിന്നെ പാലും ഒക്കെ ഇട്ട് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പായസത്തിന് നമ്മൾ പറയുന്ന പേര് ഒപ്പിച്ച് പായസം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്താ ഒപ്പിച്ച് പായസം? ഒപ്പിച്ച് പായസം എന്ന് പറയും. അതാണ് ഈ ഒപ്പിച്ച് പായസം. കണ്ടോ? നോട്ടെ. സൂപ്പറാ. ഇങ്ങനെയാണോ പായസം കുടിക്കുന്നത് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ ഇങ്ങനെ കുടിക്കും, പലതരത്തിൽ കൂടെ കുടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ കുടിക്കുമ്പം സ്പൂൺ കൊണ്ട് കുടിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെ കുടിച്ചാലും ഒരു വിഷയമില്ല. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയതാണ്. സൂപ്പറാണ്, കൊള്ളാം. ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇത്. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇന്നും കുറച്ച് പാലൊഴിച്ചിട്ട് ചൂടാക്കിയെടുത്തതാണ്. ഓക്കെ.